പിന്നെ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഇന്നസെന്റ് ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരും നല്ല അടിപൊളിയാണ്. ഇല്ല, നല്ല ഒരു പ്രത്യേകതരം പടം, നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. നല്ലൊരു പടം. സിനിമയ്ക്കുള്ള സിനിമയാണ്, സിനിമാക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസിക് പടമാണ്, കലാമൂല്യയിലെ ഫിലിമാണ്. പിന്നെ എല്ലാവരും അഭിനയം നല്ല, ഇന്ദ്രൻസ് ആണെങ്കിലും ജോബാണെന്ന് തകർത്തുണ്ട്. ലാഗ് അങ്ങനെയൊന്നുമില്ല, നല്ല മെസ്സേജ് ഉണ്ട്, ഹ്യൂമർ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇന്ദ്രൻസ് തകർത്തുണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഫീൽ ഗുഡ് അല്ലെ, എല്ലാം ഉണ്ട്, ഹ്യൂമർ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. സിനിമ ഒരു ക്ലാസിക് പടം തന്നെയാണ്. അത് എൻ്റർടൈനറാണ്, ഒപ്പം നല്ല മെസ്സേജും ഉണ്ട്. സിനിമാക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കണമെന്ന് മനസ്സിലാവും. നല്ല ഡയറക്ഷനാണ്. ഇന്റർവ്യൂവിൽ വരെ ഒരു കൊമേഴ്സ്യൽ സിനിമയായിരുന്നു. ഇന്റർവ്യൂവിൽ ഇന്നലെ ക്ലാസ് സിനിമ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഗ്രൻ എന്ന് വെച്ചാൽ ടോവിനോയ്ക്കും സൗബിനൊക്കെ ഒരു ബ്രേക്ക് കൊടുത്ത ഒരു ഡയറക്ടറാണ്. അതുപോലെ ഇതിനകത്ത് മറ്റേ നമ്മുടെ ജോമോനും ഇന്ദ്രൻസിനൊക്കെ നല്ല ഒരു ഉഗ്രൻ ഒരു കഥാപാത്രത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്റർവ്യൂവിൽ കഴിഞ്ഞ പടം ക്ലാസ് മൂവിയാണ്, അടിപൊളിയായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ലൊരു മേക്കിംഗ് ആണ്, അടിപൊളി. ഇപ്പോൾ ഒരു പരീക്ഷണ ചിത്രം, അതായത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ പടം ഇഷ്ടപ്പെടും. സിനിമയെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും കേട്ടോ. ഒരു കൊമേഴ്സ്യൽ അല്ല പടം, പടം ഒരു ക്ലാസ് സിനിമയാണ്. നല്ല പടം കേട്ടോ. നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ്. പിന്നെ മെയിനായിട്ട് സിനിമക്കകത്തെ സിനിമയാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ ഹാഫ് ഫുൾ ആ ഒരു സിനിമ ഷൂട്ടിങ്ങും അങ്ങനെയുള്ള കോമഡി ആയിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഒരു സീരിയസ് സബ്ജക്റ്റ് സംസാരിക്കുന്ന സിനിമയാണ് ഇത്. അങ്ങനെ ഒരു ഭയങ്കര കളർഫുൾ എൻ്റർടൈനർ എന്നല്ല, ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് മേക്കിങ്ങിലുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രൻസിനൊപ്പം തന്നെ ജോമൻ ചോദ്യരും നല്ല ഗംഭീരമായ പെർഫോമൻസ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ അവർ നല്ലൊരു ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജോൺ പോളിൻ്റെ മറ്റൊരു ഫീൽ ഗുഡ് ഇമോഷണൽ ചിത്രം എന്ന രീതിയിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് സിനിമ. പടം അടിപൊളിയാണ്. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സന്തോഷം തരുന്നൊരു സിനിമ. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടനെ കുറച്ചും കൂടി കണ്ടപ്പം ഏതോ സ്നേഹം കൂടുതൽ തോന്നി. ജോമോന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ജോമോൻ ഇതിൽ പ്ലേ ചെയ്തേക്കുന്നത്. തമാശ എന്നൊക്കെ മാറി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇനിയും നല്ല നല്ല സിനിമ ജോമോനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ദ്രൻ ചേട്ടനോട് എനിക്ക് ഒരു സ്നേഹം, ഒരു ഫാദറിൽ സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അടിപൊളി. സൂപ്പർ പടം. ഇന്ദ്രൻസ് കാലക്കേട്ടുണ്ട്, ഒന്നും പറയാനില്ല. സൂപ്പർ, കരഞ്ഞുപോയി. അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി പടം, അടിപൊളി. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. സൂപ്പർ. ഇന്ദ്രൻസിൽ അടിപൊളി അഭിനയമായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ അടിപൊളി മൂവിയാണ്. കോമഡി ആണെങ്കിലും എല്ലാം സെറ്റാണ്. നല്ല പടം, എന്തായാലും കണ്ടിരിക്കണം. ഇഷ്ടപ്പെട്ടോ? രണ്ട് വാക്ക്, സൂപ്പർ പടമാണ്. നല്ല രസമുള്ള പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. സിനിമയ്ക്കുള്ളിലെ സിനിമ അങ്ങനെ. സോ ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല സിനിമയായിരുന്നു, സൂപ്പറായിരുന്നു. ഇടയ്ക്ക് ഇമോഷണൽ ട്വിസ്റ്റ് ഒക്കെ വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഇന്ദ്രൻ സാറിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എല്ലാവരും നന്നായി ചെയ്തു, അടിപൊളി, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, നല്ല സിനിമയായിരുന്നു. നല്ലതായിരുന്നു, ഇഷ്ടമായി. ഭയങ്കര ഇമോഷണലായി കണ്ടു കഴിഞ്ഞപ്പോൾ ഹാപ്പിയാണ്. സിനിമയിൽ സഞ്ചരിക്കുന്ന പാതയാണല്ലോ ഈ പടം കാണിച്ചേക്കുന്നത്. ഫീലായി ശരിക്കും.